കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര വീഴ്ച. ഡോക്ടർ കുറിച്ചു നൽകിയ ഗുളികയ്ക്ക് പകരമായി ആശുപത്രി ഫാർമസിയിൽ നിന്ന് ഗുളിക മാറി നൽകി എന്നുള്ളതാണ് ആക്ഷേപം. വൈക്കം സ്വദേശിനിയായ യുവതിക്ക് പ്രസവശേഷം കഴിക്കാനുള്ള അയൺ ഗുളികയ്ക്ക് പകരമായി പ്രമേഹത്തിനുള്ള ഗുളിക നൽകി എന്നുള്ളതാണ് പരാതി. വൈക്കം സ്വദേശിനിയായ ഷൈനിക്ക് ഈ ഗുളിക മാറിക്കഴിച്ചതിനെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഷൈനിയുടെ ഭർത്താവ് സനീഷ ഇത് സംബന്ധിച്ച് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് സൂപ്രണ്ട് പറയുന്നത്. ഞങ്ങൾ 9/5/2026 അഡ്മിറ്റ് ആയത്. 10-ാം തീയതി ഡെലിവറി കഴിഞ്ഞു. 22-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോയത്. ഡിസ്ചാർജിൽ കുറച്ച് മരുന്നുകൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇവിടുത്തെ ഒപിയുടെ ഫാർമസി ചെന്ന് മേടിച്ചു. ആപത്തിൽ അയൺ ഗുളിക 2 നേരം കഴിക്കാനുള്ള ഉണ്ടായിരുന്നു. നിലവിൽ നമ്മൾ മേടിച്ച് നമ്മൾ പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച ഇടയ്ക്ക് ഇതേപോലെ ക്ഷീണങ്ങൾ വരികയും ചെയ്ത് തുറവൂർ ആശുപത്രി പോയി. അത് കഴിഞ്ഞ് കൊച്ചിന് ഇതായിട്ട് കൊച്ചിനെ അവിടെ കൊണ്ട് വേറെ ഡോക്ടറെ കാണിച്ചു. അങ്ങനെ 2-3 ഡോക്ടറെ കാണിച്ചു. അപ്പോൾ കൊച്ചു കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് രാത്രി. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ 16-ാം തീയതി കൂടുതൽ ക്ഷീണമായിട്ട് കണ്ണിനൊരു മൂടലൊക്കെ ആയിട്ട് തുറവൂർ ആശുപത്രിയിൽ നിന്ന് കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഈ ചീട്ടും പിന്നെ മരുന്നുകളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴാണ് മരുന്ന് മാറിയെന്ന് നമ്മൾ അറിയുന്നത്. അതായത് ഷുഗർ താഴാനുള്ള ഗുളികയാണ് അയൺ ഗുളികയ്ക്ക് പോലും തന്നിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ ഡോക്ടർ പറഞ്ഞ ശേഷം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ് ഇവിടെ വന്ന് 17-ാം തീയതി അഡ്മിറ്റായി. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞ് ഇങ്ങനെ ഗുളിക മാറിപ്പോയാന്ന് തന്നെ അവർ പറയുകയും ചെയ്തു. പറഞ്ഞിട്ട് അവർ എന്നോട് സമയപ്പോഴാണ് ചോദിച്ചു, ഡേറ്റൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ക്യാമറ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് എപ്പോഴാണെങ്കിലും നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാമെന്ന് പറയും. അപ്പം അന്നിപ്പം 17-ാം തീയതി വന്നിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവരുടെ ചോദിക്കുമ്പോൾ എൻഡോർക്ക് വെച്ചിട്ടുണ്ട് ഇതാണെന്ന് പറയും. ഈ ക്യാമറയിൽ ചെക്ക് ചെയ്തെടുക്കാൻ വലിയ കാര്യമുള്ള കാര്യമില്ല. സമയവും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ നടപടിയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ അതിന് സൂപ്രണ്ടിന് വേറെ പരാതി കൊടുത്തു. അതുകൂടാതെ ഇവിടെ സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട്. മെയ് മാസം 22-ാം തീയതിയാണ് പ്രസവശേഷം ഷൈനി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത്. ഡിസ്ചാർജ് ആയ സമയത്ത് തുടർന്ന് കഴിക്കാനുള്ള ഏതാനും ഗുളികകൾ ഡോക്ടർ കുറിച്ച് നൽകുകയും ചെയ്തിരുന്നു. ആശുപത്രി ഫാർമസിയിൽ നിന്ന് തന്നെ ഈ ഗുളികകൾ വാങ്ങിയാണ് കുടുംബം വീട്ടിലേക്ക് മടങ്ങിയത്. പിന്നീട് ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് കൃത്യമായി രാവിലെയും വൈകുന്നേരവും ഈ ഗുളിക കഴിച്ചു പോരുകയും ചെയ്തു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഷൈനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തലകറക്കവും ഛർദിയും കണ്ണിന് മൂടൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് തുറവൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അന്ന് അവിടെ പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം വീട്ടിലേക്ക് മടക്കി അയച്ചു. എന്നാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാതെ വന്നതോടുകൂടി ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായതോടുകൂടിയാണ് വീണ്ടും തുറവൂർ ആശുപത്രിയിലേക്ക് ഷൈനി ചികിത്സ തേടി പോകുന്നത്. അവിടെ എത്തിയ സമയത്ത് തുറവൂർ ആശുപത്രിയിലെ ഡോക്ടറാണ് മുൻപ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികകൾ തനിക്ക് കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകിയിട്ടുള്ള ഗുളികകൾ ഈ ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഗുളിക മാറിപ്പോയി എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇത് ഈ കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. അതായത് അയൺ ഗുളികകൾക്ക് പകരമായി പ്രമേഹം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേഹത്തിന്റെ ഗുളികയാണ് നൽകിയിരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഫാർമസിയിൽ നിന്ന് നൽകിയിട്ടുള്ള കവറിൽ അത് അയൺ ടാബ്ലറ്റ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഈ പ്രമേഹത്തിനുള്ള ഗുളികയാണ്. ഇത് മാറിപ്പോയി എന്നുള്ള വിവരം ഈ ഡോക്ടർ ഈ കുടുംബാംഗങ്ങളെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് യുവതിയുടെ ഭർത്താവ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയും ഇത് സംബന്ധിച്ച് സൂപ്രണ്ടിന് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിൽ അന്വേഷണം നടത്താം, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാമെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ സൂപ്രണ്ട് ഉറപ്പ് നൽകിയത്. പക്ഷേ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും ഇതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ യുവതിയുടെ ഭർത്താവ് സനീഷിന്റെ ആരോപണം. നിലവിൽ ഈ യുവതിയുടെ അവസ്ഥ കുറച്ചുകൂടി ഗുരുതരമായിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ വീണ്ടും ചികിത്സ തേടി എത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഷൈനി ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഷൈനിയുടെ ഭർത്താവ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ശക്തമായ നടപടി എടുക്കാമെന്നൊക്കെ സൂപ്രണ്ട് ഉറപ്പ് നൽകിയെങ്കിലും ഇതിലൊരു നടപടി ഉണ്ടാകുന്നില്ല, ഇല്ലെങ്കിൽ കാലതാമസം നേരിടുന്നു എന്നുള്ളതാണ്. അന്ന് ഇവർക്ക് മരുന്ന് നൽകിയ സമയത്തെ ഫാർമസിയിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ആരാണ് മരുന്ന് മാറി നൽകിയിട്ടുണ്ടെങ്കിൽ നൽകിയതെന്നടക്കം കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഇതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ ഭർത്താവ് സനീഷ് കോട്ടയം ഗാന്ധിനഗർ പോലീസിലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും ഗുരുതരമായ വീഴ്ച തന്നെ ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. പ്രസവശേഷം കഴിക്കാനുള്ള അയൺ ടാബ്ലറ്റിന് പകരമായി പ്രമേഹത്തിനുള്ള മരുന്ന് മാറി നൽകി എന്നുള്ളതാണ് ആക്ഷേപം. ഈ യുവതിയുടെ കണ്ണിന് കാഴ്ച കുറയുകയും മൂടൽ അനുഭവപ്പെടുകയും ചെയ്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്താണെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തുടർന്നും പരാതികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഷൈനിയുടെ കുടുംബം വ്യക്തമാക്കുന്നത്.